എപ്സ്റ്റീന്റെ ഈ ക്രൂരമായ സാമ്രാജ്യം അമേരിക്കയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ തെറ്റി. സത്യങ്ങൾ ഓരോന്നായി പുറത്തുവരുമ്പോൾ ലോകം ഞെട്ടലോടെയാണ് ആ വിവരങ്ങൾ കേട്ടത്. എപ്സ്റ്റീന്റെ ആ രഹസ്യരേഖകളിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള അതിശക്തരായ വ്യക്തികളുടെ പേരുകളും സന്ദർശന വിവരങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫയലുകളിൽ അനിൽ എന്ന പേര് മാത്രം 300-ലധികം തവണയാണ് കടന്നുവരുന്നത്. ഇതിൽ ഇന്ത്യൻ ബിസിനസ് ഭീമനായ അനിൽ അംബാനിയുടെ പേര് മാത്രം 97 തവണ പരാമർശിക്കപ്പെടുന്നുണ്ട്. 2017-നും 2019-നുമിടയിൽ ഇവർ തമ്മിൽ നടന്ന നിരന്തരമായ ആശയവിനിമയങ്ങൾ ഈ ഫയലുകളിലുണ്ട്. വൈറ്റ് ഹൌസിലെ ഉന്നതരുമായുള്ള കൂടിക്കാഴ്ചകൾക്കും പ്രതിരോധ ഇടപാടുകൾക്കുമായി അനിൽ അംബാനി എപ്സ്റ്റീന്റെ സഹായം തേടിയിരുന്നു എന്നാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാന പേര് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടേതാണ്. എപ്സ്റ്റീന്റെ മാൻഹാട്ടനിലെ ആഡംബര വീട്ടിൽ ഇദ്ദേഹം 3 തവണയാണ് സന്ദർശനം നടത്തിയത്. ഈ സന്ദർശനങ്ങൾ എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് ഇന്നും വ്യക്തമായ ഉത്തരമില്ല. ഇതിനൊപ്പമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും കടന്നുവരുന്നത്. 2017-ലെ മോദിയുടെ ഇസ്രായേൽ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് എപ്സ്റ്റീൻ ഈ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. മോദിയുടെ യാത്രയ്ക്കും ചർച്ചകൾക്കും പിന്നിൽ തനിക്ക് പങ്കുണ്ടെന്ന രീതിയിലായിരുന്നു എപ്സ്റ്റീന്റെ ഇമെയിലുകൾ. എന്നാൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പുറമെ വലിയ ബിസിനസ് ബന്ധങ്ങൾ കാണിക്കുമ്പോഴും തന്റെ സ്വകാര്യ ഇമെയിലുകളിൽ ഇന്ത്യയെയും ഇന്ത്യക്കാരെയും വളരെ മോശമായാണ് എപ്സ്റ്റീൻ വിശേഷിപ്പിച്ചത്. ഇന്ത്യ ഒരു വൃത്തിഹീനമായ സ്ഥലമാണെന്നും അവിടുത്തെ ആളുകളെ തനിക്കൊട്ടും ഇഷ്ടമല്ലെന്നും അയാൾ തുറന്നെഴുതിയിട്ടുണ്ട്. ഇന്ത്യയെ അത്രത്തോളം വെറുത്തിരുന്ന ഒരാൾക്ക് പിന്നാലെയാണ് നമ്മുടെ നാട്ടിലെ പ്രമുഖർ പോയതെന്നത് വലിയൊരു നാണക്കേടാണ്. അധികാരവും പണവും ഉപയോഗിച്ച് പലരും ഈ വിവരങ്ങൾ മൂടിവെക്കാൻ ശ്രമിച്ചു. എന്നാൽ സത്യം അധികകാലം ഒളിച്ചുവെക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ ഇതെല്ലാം വെറുമൊരു സന്ദർശനം മാത്രമായിരുന്നോ? അതോ ഇതിനു പിന്നിൽ വലിയൊരു ബിസിനസ് ഇടനിലക്കാരനായി എപ്സ്റ്റീൻ പ്രവർത്തിച്ചിരുന്നോ? നമ്മുടെ കൊച്ചി വല്ലാർപാടം തുറമുഖവുമായി ബന്ധമുള്ള ആ ലോകോത്തര കമ്പനിയും എപ്സ്റ്റീനും തമ്മിലെന്ത്? അടുത്ത എപ്പിസോഡിൽ കാണാം.